യാത്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത് മിസ്റ്റർ ആബിദാണ്. നമസ്കാരം. നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നു. എത്ര വർഷങ്ങൾക്ക് മുന്നെയാണ് സർ ഈ ദുബായ് യാത്ര തുടങ്ങുന്നത്? ഞാനിപ്പോ ദുബായിൽ വന്നിട്ട് ഒരു 28 വർഷം ആവുന്നുണ്ട്. വന്ന സമയത്ത് ജോലിയായിരുന്നോ? അതെ അതെ, എവിടെയായിരുന്നു? ഞങ്ങള് മാർക്കറ്റിൽ തന്നെയാണ് വന്നത്. പിന്നെ എത്ര വർഷം ജോലി ചെയ്തു? പിന്നെ ഫസ്റ്റ് നൃത്തം 5.5 വർഷം ഒറ്റ നൃത്തം തന്നു. പിന്നെ അവിടുന്ന് നാട്ടിൽ പോയി കല്യാണമൊക്കെ വെച്ച് വീണ്ടും വന്നു. അങ്ങനെ ഇപ്പൊ 28 വർഷം. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായി? ഫസ്റ്റിലുണ്ട് ബിസിനസ് ഉണ്ട്. ഇതില് ഫസ്റ്റ് നമ്മളെ ജ്യേഷ്ഠനായിരുന്നു, ഇക്കന്മാരായിരുന്നു. ഇക്കന്മാര് പിന്നെ വേറെ ലെവലിൽ തിരിഞ്ഞു. പിന്നെ അനിയന്മാരുണ്ടായിരുന്നു, അനിയന്മാര് വേറെ ലെവലിൽ പോയി. ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. നാട്ടില് മലപ്പുറം ജില്ലയില് എടപ്പാള് ചേകനൂര് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അതൊക്കെ അവിടെ തന്നെ. അല്ല അല്ല, ഇപ്പൊ വന്നിട്ടില്ല. ഇപ്പൊ നാട്ടിൽ തന്നെ ഉള്ളവരെവിടെയാണ്. ഉമ്മയൊക്കെ നാട്ടിൽ. ഇല്ല, അവർ രണ്ടുപേരും മരിച്ചു. എനിക്ക് 5 ബ്രദേഴ്സ് ഉണ്ട്, 3 ആള്, മൊത്തം 9 ആളാണ്. ഇപ്പൊ എല്ലാവരും നാട്ടില്. ഇല്ല, 3 ആളിപ്പോ ഇവിടെ വേറെ ഉണ്ട്. ഒരാള് വെജിറ്റേറിയനിലുണ്ട്, ഒരാള് ഷാർജയിലുണ്ട്. അപ്പൊ ഈ ഒരു ബിസിനസ്സിൽ അന്ന് വരുമ്പോ അതിന്റെ മുന്നേ വേറെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നോ? ഇല്ല, നാട്ടിൽ ഡ്രൈവറായിരുന്നു. സ്കൂൾ പഠിത്തം കഴിഞ്ഞ് അങ്ങനെ ഡ്രൈവറായിട്ട്. അപ്പൊ ഇതില് ഇഷ്ടപ്പെട്ടായിരുന്നു? കുഴപ്പം. പിന്നെ അതുകൊണ്ട് ഇഷ്ടപ്പെട്ട് പോവല്ലേ ഇത്. ഇപ്പൊ എന്തൊക്കെയാണ് സാർ നമ്മുടെ അവിടെ കിട്ടുന്നത്? ഇപ്പൊ അവിടെ ഉണക്കല് ഫിഷ് എല്ലാം ഉണ്ട്. അതായത് സ്രാവ്, മലയാളീസ് കൂടുതൽ കഴിക്കുന്നതാണ് സ്രാവ്, മുള്ളന്, മാന്തള്, ചെമ്മീന്, അയക്കോറ, എല്ലാം ഡ്രൈ തന്നെ ഉള്ളു. അയക്കോറ ഇല്ല ഇല്ല. ഇത് നമ്മൾ ഇവിടെ മാർക്കറ്റിൽ നിന്ന് എടുക്കുന്നതുണ്ട്, നാട്ടിൽ നിന്ന് വരുന്നതുണ്ട്, ഇറാന്റെ വരുന്നതുണ്ട്. ഇറാന്റെ വലിയ ചെമ്മീൻ പരിപ്പൊക്കെ ഇറാന്റെ വരുന്ന റെഡ് കളറിൽ കണ്ടില്ലേ, അതൊക്കെ ഇറാനിൽ നിന്ന് വരുന്നതാണ്. അതെ അതെ ഉണ്ട്. അല്ല, സപ്ലൈ ഉണ്ട്. അത് സപ്ലൈ എന്ന് പറഞ്ഞാല് നമ്മള് ബൾക്കായിട്ട് കൊടുക്കുന്നുണ്ട്. ബൾക്കായിട്ട് കൊടുക്കുന്നത് നമ്മളിവിടെ ചെറിയ സൂപ്പർ മാർക്കറ്റൊക്കെ ഇല്ലേ, അവര് അതിൽ പാക്ക് ചെയ്ത് കൊടുക്കുന്നതുണ്ട്. അങ്ങനെയുള്ള ടീമിന് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആഫ്രിക്ക കൺട്രിയിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ അതുമാതിരി ശ്രീലങ്കയിലേക്കും പോകുന്നുണ്ട്, എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഉണ്ട്. അപ്പൊ ഈ ഒരു ബിസിനസ്സിൽ നിൽക്കുമ്പോ ഫ്രഷ് ആവുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ കാര്യങ്ങൾ അറിയാമല്ലോ. ഇത്ര സമയം വരെ ഫ്രഷ് ആയിരിക്കും അങ്ങനെയൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പൊ ഈ ഡ്രൈ ഫിഷിന്റെ എങ്ങനെയാണ് സാർ അതിന്റെ നമ്മള് കാര്യങ്ങൾ? അതിനങ്ങനെ ടൈമൊന്നുമില്ല, ഡ്രൈ ആയിട്ടിരിക്കുന്നതല്ലേ, അങ്ങനെ കേടുവരുന്ന ഒരു മീനല്ല. അതിന്റെ എങ്ങനെയാണ് പ്രോസസ്? നമ്മൾ ഡ്രൈ ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ് എങ്ങനെയാണ്? അത് നമ്മളവിടെ നെറ്റൊക്കെ അടിച്ച് വെയിലത്ത് വെച്ചിട്ടുള്ള ഇത് തന്നെയാണ് നമ്മൾ തന്നെ ചെയ്യുന്നത്. അതെ, നമുക്ക് ആളുണ്ട് അവിടെ ഉണ്ട്. അത് അങ്ങനെ എന്നോളൂ. അത് മീൻസ് അതിന് എക്സ്പയറി അങ്ങനെ വരുന്നില്ല? ഉണ്ട്. എക്സ്പയറി ഇപ്പൊ നമ്മൾ ഡേറ്റ് കൊടുക്കും, ഒരു 6 മാസമൊക്കെ എക്സ്പയറി ഡേറ്റ് കൊടുക്കാറുണ്ട്. ഈ ഒരു ബിസിനസ്സിൽ നിൽക്കുമ്പോ കൊറോണ സമയത്തൊക്കെ എന്തെങ്കിലും? കൊറോണ ടൈമിൽ ഒരു 15 ദിവസം ഒക്കെ മൊത്തം ബന്ധായിരുന്നു മാർക്കറ്റൊക്കെ. ആ ടൈമില് പ്രശ്നം തന്നെയായിരുന്നു. ഈ ഒരു ബിസിനസ്സിൽ എങ്ങനെയൊക്കെയാണ്? ഇതിനുണ്ട് ബുദ്ധിമുട്ട്, ഇതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ് സാർ അത്? ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ചില ടൈമിൽ ഫിഷ് കുറവായിട്ട് വരുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അത് ഫിഷ് കൂടുതൽ വന്നാലേ നമുക്ക് എടുത്തിട്ട് ഉണക്കി വിൽക്കാൻ പറ്റുള്ളൂ. നേരത്തെ ഒരു 8 ഷോപ്പ് ഉണ്ടായിരുന്നു. അത് പഴയ മാർക്കറ്റിൽ 8 ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോ എന്ന് പറഞ്ഞാല് ബ്രദേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. 3 അനിയന്മാരുണ്ടായിരുന്നു, ഒരു ജ്യേഷ്ഠ ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ വേറെ പോയപ്പോ പിന്നെ 3 എണ്ണത്തെ ഒതുങ്ങി. എത്ര സ്റ്റാഫ് ഉണ്ട് ഇപ്പൊ 10 ആളുണ്ട്. 10 പേരുണ്ട്. കാരണം നമ്മുടെ ഏതൊരു ബിസിനസിന്റെ വിജയം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റാഫ്. അതെ 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 അതെ. എന്താണ് അവരെ പറ്റി പറയാം? അവരിപ്പോ കുഴപ്പമൊന്നുമില്ല. ഒരു 3 പാകിസ്ഥാനികളുണ്ട്, പിന്നെ 7 മലയാളീസ് ഉണ്ട്. അതാണ് നമ്മുടെ ഒരു വിജയത്തിന്റെ കാരണം. ഇത്രയും വർഷമായിട്ട് സാർ ജോലി ചെയ്തിട്ടില്ല അല്ലേ? ഞാൻ ജോലിയില്ല, വേറെ ഇതിൽ ജോലി ചെയ്തിട്ടില്ല. ബിസിനസ് തന്നെയാണ്. നാട്ടിലെന്തെങ്കിലും ബിസിനസ് ഉണ്ടോ? നാട്ടിൽ അങ്ങനൊന്നുമില്ല. നാട്ടില് ഫസ്റ്റില് ഞാനും എന്റെ ബ്രദറും ഒരു സുഹൃത്തും പാടെ ഒരു ഓയിൽ കമ്പനി ഉണ്ടായിരുന്നു. അതന്നെ, വേറെ ഒന്നുമില്ല. അതുണ്ട്. നമ്മളൊരു സുഹൃത്തിന് നടത്താൻ കൊടുത്തേക്കാണ്. ഫാമിലി ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ നാട്ടിലല്ല. വൈഫിന്റെ പേര് സഫീന. എത്ര മക്കളുണ്ട്? 4 ആള്. എന്താ പേര്? ഒന്ന് മുഹമ്മദ് അൻഫാസ്, മുഹമ്മദ് അസ്ലഹ്, അൻസഹ്, അസാസ്. എന്ത് ചെയ്യുന്നു? ഒരാള് പിന്നെ എയറോനോട്ടിക് എഞ്ചിനീയറിംഗിന് പഠിക്കാണ്, മൂത്താള്. പിന്നെ രണ്ടാമത്തെ ആള് 9ാം ക്ലാസ്, മൂന്നാമത്തെ ആള് 4ാം ക്ലാസ്. ചെറിയ ആളെ ചേർത്തിട്ടില്ല.
നമ്മുടെ എല്ലാത്തിന്റെ ലൈഫിൽ ഒരു സപ്പോർട്ടും നമ്മുടെ ലൈഫ് പാർട്ട്ണറുടെയും ഫാമിലിയുടെയാണ്. ലൈഫ് പാർട്ട്ണറുടെ എന്തുമാത്രം സപ്പോർട്ടാണ് സർ? നല്ല സപ്പോർട്ട് തന്നെയാണ്, എല്ലാം കൊണ്ടും എല്ലാം ഓക്കെ. ഇപ്പൊ നാട്ടിലാണല്ലേ? ഇപ്പൊ നാട്ടിലാണ്. ഉമ്മയും വാപ്പയാണ് നമ്മുടെ ലൈഫിലെ ഫസ്റ്റ് ടീച്ചേഴ്സ് പറയുന്നതും പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ സ്വാധീനിക്കുന്ന രണ്ടുപേരെന്ന് പറയുന്നത്. സാറിന്റെ ഉമ്മയും വാപ്പനെ പറ്റി എന്താ പറയാനുള്ളത്? ഉമ്മയും വാപ്പനെ പറ്റി നല്ല ഇതേമാതിരി ബിസിനസ്സിലും ഇതേമാതിരി 25 വർഷം അവിടെ നാട്ടിൽ റേഷൻ പീടിക നടത്തിയിരുന്ന ആളാണ്. അപ്പോൾ അതിന് ഉപ്പാനെ ഹെൽപ്പ് ചെയ്തിരുന്നു. ആ സ്കൂളിൽ പഠിക്കുമ്പോഴേ നമ്മൾ ചെറുപ്പം മുതലേ ഉപ്പാനെ ഹെൽപ്പ് ചെയ്തിരുന്നു. പിന്നെ അതുമാതിരി സ്കൂളിട്ട് വന്നു കഴിഞ്ഞാൽ ഉപ്പാനെ ഹെൽപ്പ് ചെയ്യാൻ പോകും. പിന്നെ സ്കൂൾ പഠിക്കുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ മിൽമ പാലില്ലേ, അത് പാല് സെയിലുണ്ടായിരുന്നു. അങ്ങനെ ചെറുപ്പം മുതൽ 7ാം ക്ലാസ് തൊട്ടിട്ട് അധ്വാനം തുടങ്ങിയിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഉണ്ട് കയറി വന്നതാണ്. വന്ന സമയത്ത് ഇത്രയൊക്കെ ആവാൻ പറ്റും എന്ന് മനസ്സിൽ വിചാരിച്ചു? ഇല്ല, അങ്ങനൊന്നുമില്ല. അന്ന് ബ്രദേഴ്സിന്റെ അടുത്ത് നിന്ന് അതെ. അപ്പൊ ബ്രദർ പറഞ്ഞു അങ്ങനെ എങ്ങനെയെന്ന് പറയുമ്പോ എന്താക്കി പിന്നെ വന്ന ഫസ്റ്റ് കൊല്ലത്തിൽ തന്നെ ലൈസ് എടുത്ത്, ഡ്രൈവിംഗ് ലൈസ് എടുത്ത്, പിന്നെ ജ്യേഷ്ഠന്മാര് പറഞ്ഞ മാതിരി അങ്ങനെ നിന്നു. ഇതിൽ അസോസിയേഷന്റെ ഭാഗമായിട്ട് ഇവിടെ എന്തെങ്കിലും പ്രവർത്തിക്കാറുണ്ടോ? അങ്ങനൊന്നുമില്ല, എന്നാലും നമ്മളെ മഹല്ലുപരമായിട്ടുള്ള കൂട്ടായ്മകളൊക്കെ ഉണ്ട്. പിന്നെ സ്പോർട്സ് പരമായിട്ടുള്ള അങ്ങനെ ആ ലെവലിലൊക്കെ കുറെ ഒക്കെ കണ്ടില്ലേ, ഒരു കപ്പൊക്കെ കണ്ടില്ല, അത് ഫുട്ബോളിന്റെ. അതെ അതെ. എന്താണ് അസോസിയേഷന്റെ പേര്? എമിറേറ്റ്സ് ചേകനൂർ എന്നാണ്. അപ്പൊ ഈ പ്രവാസത്തിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് സാർ പഠിച്ചിട്ടുള്ളത്? പ്രവാസത്തിൽ നിന്ന് പഠിച്ചത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മോനെ പറഞ്ഞല്ലോ എക്സൽ കോളേജ് മറ്റേ സേലത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഐഡിയക്ക് ഞാൻ എന്ത് ചെയ്ത് ഫസ്റ്റ് അവനെ ഹോസ്റ്റലാക്കുന്നതിന് മുന്നേ 2 മാസം ഇവിടെ കൊടുന്ന് നിർത്തി. എന്താണ് ഇവിടുത്തെ ബുദ്ധിമുട്ട്, എന്താണ് ഇപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് അവനൊരു 2 മാസം ഞാൻ ഇവിടെ കൊടുന്ന് നിർത്തി. അപ്പോൾ അവനക്ക് ഏകദേശം ഒരു ക്ലാസ് ആയി. കാരണം വെച്ചാൽ ഒറ്റയ്ക്ക് പോയി നിൽക്കുന്നതല്ലേ, ഹോസ്റ്റലിൽ ഒറ്റയ്ക്ക് പോയി നിൽക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ലെവലിൽ ഇങ്ങനെ കൊടിയേറ്റ് ഇങ്ങനെയുള്ളൊരു ഇത്രയും വർഷത്തിൽ നമുക്ക് ഇത്രയൊക്കെ ആവാൻ പറ്റിയെന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ള ആരോടാണ്? ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ള ഇവിടെ ഉള്ളവരോട് തന്നെ, നമ്മളെ ഷെയ്ഖന്മാരോടും എല്ലാവരോടും ഇവിടെയുള്ള എല്ലാവിധ. ഒരുപാട് ആൾക്കാരാണ് ഫ്ലൈറ്റ് കയറി ജോലി എന്ന സ്വപ്നം അല്ലെങ്കിൽ ബിസിനസ് എന്ന സ്വപ്നം എന്ന് പറഞ്ഞൊക്കെ എത്തുന്നത്. അവർക്ക് വേണ്ടി സാർ എന്താണ് ഒരു മെസ്സേജ് പറയാനുള്ളത്? അവർക്ക് പറ്റി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് കയറി വരുന്നവര് എന്ത് ജോലി ചെയ്യാൻ തയ്യാറാണെന്നുള്ളൊരു മനസ്സുണ്ടെങ്കിൽ തന്നെ നമ്മൾ വിജയിക്കും. ഒരുപാട് സന്തോഷമുണ്ട് സാർ, സാറുടെ സാറിനോട് നമുക്ക് സംസാരിക്കാൻ പറ്റി. സാറുടെ ഒരു ലൈഫ് നമ്മളോട് ഷെയർ ചെയ്ത്. വി വിഷ് ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. വെൽക്കം.